എൻ്റെ ഫാമിലി ക്രിസ്ത്യൻ ഫാമിലിയാണ്. ഞാൻ പഠിച്ചതൊക്കെ ഒരു ഹിന്ദു കുടുംബത്തിൻ്റെ കൂടെ നിന്നിട്ടാണ്. പക്ഷേ എനിക്ക് സിനിമയിൽ ആദ്യം അല്ലെങ്കിൽ ഒരു നല്ല സ്ട്രോങ് ക്യാരക്ടർ കിട്ടുന്ന ഒരു മുസ്ലിം ക്യാരക്ടറാണ്. ആദ്യമായി സിനിമയിൽ നിന്ന് കേട്ട വിളി അതാണ്. ഞാൻ കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റിയാൻ സ്റ്റുഡിയോയിലായിരുന്നു എറണാകുളം. അതെൻ്റെ അഭിനയ മികവ് കൊണ്ട് ചാനൽ പറഞ്ഞ് അവനെ വെച്ച് എത്രയും പെട്ടെന്ന് നിർത്തിക്കോ, ഇല്ലെങ്കിൽ ഈ സീരിയൽ മുന്നോട്ട് പോകില്ല, കാരണം കൊച്ചുണ്ണി എന്ന് പറയുമ്പോൾ അവൻ്റെ കയ്യിൽ നിൽക്കില്ല എന്ന് പറഞ്ഞു. ആ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചത്തെ റേറ്റിംഗ് കുറച്ച് കൂടുതലായിരുന്നു. അങ്ങനെ അന്ന് തിരിച്ച് വീണ്ടും ഞാൻ പിന്നെ 200 എനിക്ക് തോന്നുന്നു 6-7 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീട്ടിൽ വരുന്നത്. കായംകുളം കൊച്ചുണ്ണി കരുതലം കലികേറിയ കരുതലം പടനിളം നിണമൊഴുകിയ പടനിളം. മണിക്കുട്ടന്റെ ലൈഫിനെ കൂടുതൽ ഇതുപോലെ മനോഹരമാക്കാനായിട്ട് മണിക്കുട്ടൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഞാൻ ജിമ്മി പോവും. മണിക്കൂട്ടനായിട്ട് നമ്മൾ ഏറ്റവും നല്ല സമയം സ്പെൻഡ് ചെയ്തിരിക്കുന്നത് CCL സമയത്താണ്. ഈവൻ കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ക്രിക്കറ്റ് വന്നു കഴിഞ്ഞാൽ എൻ്റെ വിചാരം ഞാനൊരു ക്രിക്കറ്ററാണെന്നാണ്. ഞാൻ ഇനി അവിടെ വേറെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഏത് ആക്ടർ, ഇവരൊക്കെ ചിലപ്പോഴൊക്കെ അവരൊരു ആക്ടറാണ്, അതിൻ്റെ ഒരു ബഹുമാനമൊക്കെ പലർക്കും ഉണ്ടാവും. ഇവരായിട്ട് ഒരു ചെറിയ ഉടക്ക് വന്നു. എനിക്ക് രാജീവ് അവിടുത്തെ രാജീവ് പ്രദീപുമായിട്ട് ഒരു ഉടക്ക് വന്നു. ഞാൻ അപ്പോഴും കട്ടക്കിക്കണം, വാ നീ വാ, ആരാ എൻ്റെ അടുത്ത് പറഞ്ഞ. ഞാൻ അപ്പോഴും എടാ നീ നടനാടാ, നീ മലയാളത്തിനും നീ ചുമ്മാ ഇടാ. അപ്പോഴാണ് ഞാൻ ദൈവം ഞാൻ കർണാടകയായിട്ടുള്ള മാച്ച് വന്നപ്പോൾ കിച്ചാ സുദീപ് സാർ ഞാൻ ബാറ്റ് ചെയ്യാൻ പോയ സമയത്ത് ബാറ്റ്സ്മാൻ ഓൾ ദി ബെസ്റ്റ്, ബ്ലെസ്സിങ് വിത്ത് യു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സാറിന്റെ കാരണം കിച്ചാ സുദീപ് വലിയ ആക്ടറാണ്, ഞാൻ അദ്ദേഹത്തിന്റെ കാല് തൊട്ട് വീണു. ആ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. കാരണം ഇതാണ് CCLലെ റെസ്പെക്ട് എന്ന് പറയുന്നത്. സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ എന്നും അബദ്ധങ്ങൾ പറ്റാറുണ്ട്? ഒരിക്കലും ഇല്ല. ഒരുപാട് നല്ല ഗുഡ് ഫ്രണ്ട്സ് ഉള്ള ഒരാളാണ്. അവര് നല്ല മുഹൂർത്തങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വഴക്കോ കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല, ആ മുഹൂർത്തങ്ങൾ മതി. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. സന്തോഷം സമാധാനവും എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളുടെ മുഖത്ത് പുഞ്ചിരിയും മൗനവും നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും. പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് പുഞ്ചിരി അവർ ഉപയോഗിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് അവർ മൗനം ഉപയോഗിക്കുന്നു. മൗനവും ചിരിയും പുഞ്ചിരിയും കേളികൊട്ടുയർത്തുന്ന ആഘോഷം ജീവിതം. സുന്ദരമായ ജീവിത കഥകളുമായി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഹാർവിയോറ പ്രസൻസ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിൽ ഇന്ന് നമ്മളോടൊപ്പം യുവത്വം തുടിച്ചു നിൽക്കുന്ന പുഞ്ചിരിയുമായി മറ്റാരുമല്ല മണിക്കുട്ടൻ. വെൽക്കം ടു ദ ഷോ. സുഖം. ഭയങ്കര ചിരിയും പുഞ്ചിരിയും ഒക്കെ ആയിരുന്നല്ലോ. ഫ്രണ്ടിൽ ആരായിരിക്കുന്നേ? അതാണ് മണിക്കുട്ടൻ പുഞ്ചിരിക്കുമ്പോ ഞാൻ ഇവിടെ മൗനമായിട്ട് ഇരിക്കണം, അപ്പോഴാണ് പ്രശ്നങ്ങൾ ഇല്ലാണ്ടാക്കാൻ. ഇല്ല ഞാന് നമ്മൾ തമ്മിൽ വളരെ കമ്പനിയാണ്. അപ്പം നീ എടിയെന്ന് വിളിക്കാൻ ഞാനിവിടെ നമ്മൾ ചേച്ചിന്ന് ചേട്ടൻ. അപ്പം ഞാൻ ആദ്യമായിട്ട് രാധിക എനിക്ക് ഓർമ്മ വരുന്ന സമയത്ത് അത്ര കുഞ്ഞുകുട്ടിയല്ല, ഞാൻ കൊച്ചുണ്ണി കഴിഞ്ഞ് ബോയ് ഫ്രണ്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എറണാകുളത്ത് ഒരു ഫംഗ്ഷൻ വന്നിരുന്നു പാവക്കുളം ക്ഷേത്രത്തില്. അന്ന് വന്ന സമയത്ത് അന്ന് ഭയങ്കര സ്റ്റാറാണ്, ആങ്കറിങ് അങ്ങനെ അത് ഇതൊക്കെ ചെയ്ത് ഭയങ്കര സ്റ്റാർ ആയിട്ടൊക്കെയാണ്. നമ്മൾ അതിന് മുന്നേ സൂര്യ ടിവിയുടെ ഇത് ഫ്ലോറിൽ വെച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടെ ദൂരെ നിൽക്കണം. അപ്പൊ കംപ്ലീറ്റ് നല്ല സുന്ദരികളായ പെൺകുട്ടികളും എന്താ പറയണ്ടേ അങ്ങനെ നിറഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ അന്ന് ഇങ്ങനെ എൻട്രി ചെയ്യാണ്. ഞാൻ അവിടെ ഹലോ എന്ന് വിളിച്ച് ഇദ്ദേഹം തിരിഞ്ഞിട്ട് എന്റെ മുഖത്ത് എടാ കൊരങ്ങ ഓർമ്മയുണ്ട? ആ എന്റെ മുഖത്ത് നോക്കിട്ട് എടാ കൊരങ്ങ. അവിടെ ഇനി കേക്ക ആ 500 പേരൊഴിച്ച് വേറെ ആരും ഇല്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നടന്നു. പിന്നെ എടാ ഞാൻ നിന്നെ കൊരങ്ങാന്ന് വിളിച്ച വിഷമമായ ഞാൻ ഇനിയിപ്പോ പറഞ്ഞിട്ടുണ്ട്. അയ്യോ ഞാൻ അങ്ങനെ വിളിച്ചോ? അങ്ങനെ എന്നെ കാണുമ്പോ വിളിക്കാറുള്ളൂ. അല്ല ഞാൻ അങ്ങനെ വിളിച്ചോന്ന് ഞാൻ ചോദിക്കാം. വേറെ എന്തൊക്കെയോ ഞാൻ വിളിക്കേണ്ടിയിരുന്ന ഞാൻ അമ്പലനട ആയതുകൊണ്ടായിരിക്കും നിർത്തിയത്. ക്ഷേത്ര നടയിലായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ എന്റെ അമ്മേ ആദ്യത്തെ മീറ്റിംഗ് അവസാനത്തെ പണ്ടാരമാണ്. പിന്നെ കാണുമ്പോ ഈ ചിരിയല്ലായിരുന്നു കാണുമ്പോ. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ എന്നുള്ളത്? വിശേഷങ്ങളും കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പേ മണിക്കുട്ടൻ ആദ്യം പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ യോജിക്കുന്നുണ്ടോ? പിന്നെ ആണോ? അയ്യോ ഭയങ്കരമായിട്ട് യോജിക്കുന്നു. ഭയങ്കരമായിട്ട് യോജിക്കുന്നെന്ന് പറഞ്ഞാൽ ഇത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ചിരിക്കണമോ, ഏത് അവസരത്തിൽ എന്തിനെ പ്രതികരിക്കണം അല്ലെങ്കിൽ എന്തിനെ ഈ പറഞ്ഞ പ്രതികരണം ചെയ്യാതിരിക്കണം,
മറ്റുള്ളവരുടെ ചിന്തകളും കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളെ അത് ബാധിക്കാൻ പാടില്ല. നമ്മുടെ ചിന്തകളും കാര്യങ്ങളും മാത്രമേ നമ്മളെ ബാധിക്കാൻ പാടുള്ളൂ. ഇപ്പം എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം നന്നായി കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. ജീവിതം എന്ന് പറയുന്നത് ഞാൻ പറയട്ടെ, എത്രയോ ഇതിൽ നിന്നാണ് ഒരു മനുഷ്യൻ ഈ പറയുന്ന പോലെ ഒരു ജന്മം കിട്ടുന്നത്. അങ്ങനെ ഒരു ജന്മം കിട്ടിയാൽ തീർച്ചയായിട്ടും അത് തന്നെ ഒരു ഭാഗ്യം തന്നെയാണ്, അത് തന്നെ ഒരു ബ്യൂട്ടിഫുൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ ലൈഫിനെ, മണിക്കുട്ടന്റെ ലൈഫിനെ കൂടുതൽ ഇതുപോലെ മനോഹരമാക്കാനായിട്ട് മണിക്കുട്ടൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഞാൻ ജിമ്മി പോവും. ജിമ്മി പോവും. ജിമ്മി പോവും. ഇല്ല എല്ലാരും വിചാരിച്ചു ഞാൻ ഭയങ്കര ഞാൻ ജിമ്മൊന്നുമല്ല. ഞാൻ എല്ലാം കൂടെ ഇതായിട്ടുള്ളൊരു എറോബിക്സ്, സൂംബ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള ഇതാണ്. നമ്മള് കണ്ട ജിമ്മാന്നേ തോന്നുള്ളൂ. ഞാൻ ജിമ്മ് വളരെ കുറച്ച് ചെയ്യാറുള്ളൂ. ആണോ? വെയിറ്റ് ട്രെയിനിങ്ങിന് മാത്രം ജിമ്മിൽ പോകും, മാത്രമേ ബാക്കി കാർഡിയോ കാര്യങ്ങളെല്ലാം വേറെ വഴിക്ക് നോക്കും, അങ്ങനെയെന്നാണ് ഉദ്ദേശിക്കുന്നത്? കാരണം ഇല്ല, അവിടെ ചെല്ലുമ്പോഴേ നമുക്കൊരു സന്തോഷവും കാര്യം. കാരണം സൂംബയിലും എറോബിക്സ് ഒക്കെ പോകുമ്പോഴാണ് മിക്സഡ് ആണ് ക്ലാസ്. നല്ല രസമായിരിക്കും. ജിമ്മെന്നൊക്കെ പറയുമ്പോൾ അവിടെ ബോറ്. മറ്റേ നമ്മൾ കളർഫുൾ ആകുമ്പോൾ നമ്മൾക്കും കുറച്ചും കൂടെ ഈ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞല്ലോ, യുവത്വം തുടിച്ചു നിൽക്കുകയാണ്. ഞാൻ ഇതിന്റെ തൊട്ട് മുമ്പത്തെ എപ്പിസോഡിലെ മണിക്കുട്ടന് ക്യൂട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ എപ്പിസോഡിലെ ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പത്തെ മലയാള സിനിമയിലെ യുവതാരങ്ങളിൽ യുവത്വം നിൽക്കുന്നു. എന്തൊക്കെയായിരുന്നെന്നറിയോ ഞാൻ തള്ളി പറഞ്ഞു വെച്ചത്. കഴിഞ്ഞ 20 വർഷമായിട്ട് എനിക്ക് ഇങ്ങനെ യുവത്വം തുളുമ്പി തന്നെ നിന്നുകൊണ്ടിരിക്കുക. അതിലേക്ക് നമുക്ക് എത്താം. പ്രായമൊക്കെ ആയില്ലേ? ഇനി അതിനു മുമ്പ് ഇതിന്റെ ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ഈ ലൈഫിലെ നമുക്ക് എല്ലാവർക്കും സന്തോഷവും സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ, നമ്മുടെ ഹാർഡ് ടൈംസ് ഒക്കെ നമുക്ക് എല്ലാവർക്കും വരാറുണ്ട്. എങ്ങനെയാ മണിക്കുട്ടൻ ഇത്തരത്തിലുള്ള ഹാർഡ് ടൈംസിനെ ഫേസ് ചെയ്യണത്, അല്ലെങ്കിൽ അതിൽ നിന്നും തരണം ചെയ്യാനായിട്ട് സ്വയം തന്നെയാണോ എങ്ങനെ ചെയ്യുക, അതോ ഫ്രണ്ട്സ് ഒക്കെ ആണോ അതിൽ നിന്നും പുള്ളി ചെയ്ത് ലൈഫിലേക്ക് ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരണേ? അല്ല, നമ്മൾ എത്രയൊക്കെ തരണം ചെയ്യണമെന്ന് വിചാരിച്ചാലും ചില കാര്യങ്ങളിൽ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കത്തില്ല. ചില വിഷമങ്ങൾ ഒരുപാട്, ചിലത് ടൈം പോലും നമ്മുടെ ജീവിതത്തിൽ തന്നെ ചില വിഷമങ്ങൾ ഉണ്ടാവുമല്ലോ. ഈ ചില വിഷമങ്ങൾ നമ്മൾ തന്നെ വരുത്തി വയ്ക്കുന്നതാണ്. അത് നമ്മൾ ഉൾക്കൊള്ളാതിരിക്കുക. പുറത്ത് എന്തും സംഭവിക്കുക, അതിനെ നമ്മൾ ബോധ ചെയ്യാതിരിക്കുക. പക്ഷെ നമ്മളെ പ്രിയ സുഹൃത്തുക്കളുടെ വിടവാങ്ങലോ അല്ലെങ്കിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ജീവിതത്തിൽ നിന്ന് ചില ആൾക്കാർ നമ്മളെ വിട്ടുപോവുകയോ ചെയ്യുമ്പോഴത്തേനും അത് പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ കിട്ടില്ല. അങ്ങനെയുള്ള വിഷമങ്ങൾ നമ്മൾ തരണം. അതിങ്ങനെ എൻ്റെ ജീവിതം ഇനി അതുമായിട്ട് മുന്നോട്ട് പോകണം, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങനെ തന്നെ കൊണ്ടുപോകും. കാരണം നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മിസ്സായി പോയാൽ ഇനി എൻ്റെ ജീവിതം അവരില്ലാതെയാണെന്നുള്ളത് അത് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പിന്നെ വിഷമങ്ങൾ ഇതൊക്കെ പാസ്റ്റ് ഇസ് എ ബക്കറ്റ് ഓഫ് ആഷസ് എന്നാണ് എല്ലാവരും പറയുന്നത്. അതും എടുത്തത് അല്ലെങ്കിലേ നമുക്ക് 150 വർഷങ്ങൾ എന്നെ കാണുമ്പോ വലിയ ബുദ്ധി തോന്നിയില്ലെങ്കിലും ഞാൻ ഇന്റലക്ച്വൽ കണ്ണാടി ഫിറ്റ് ചെയ്തോണ്ടാണ് കുറെ ഡയലോഗ്സ് ബുക്ക്. ഇന്നത്തെ ഇന്റർവ്യൂവിന് മുമ്പ് ഇതൊക്കെ ഇടണം. സാധാരണ അങ്ങനെയാണ് ഞാൻ പോകുന്നത്. പക്ഷെ ഇപ്പൊ ഇയാളുടെ മുന്നേ ഇരിക്കുമ്പോഴത്തേനും നമുക്ക് അതിന്റെ ആവശ്യമില്ല. എന്തെങ്കിലും ഞാൻ ബുദ്ധി പറയുമ്പോഴത്തേനും എടാ കൊരങ്ങ, ഇനി അത് ഇടയ്ക്ക് വിളിക്കാം. പബ്ലിക്കിൽ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ആ ഒരു ഫ്രെയിമിലേക്ക് തന്നെ യൂസ് ചെയ്യാലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ യൂഷ്വലി ഈ ശരിക്കും ഇങ്ങനെ സങ്കടം വന്ന് ഇങ്ങനെ കുറെ ദിവസങ്ങളൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ടോ മണിക്കുട്ടൻ? ഇല്ല, ഞാൻ അങ്ങനെ ഇല്ല. എപ്പോഴും പെട്ടെന്ന് അതിൽ നിന്ന് മാറാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഞാൻ നിൽക്കുന്ന മേഖല എന്ന് പറയുന്നത് സിനിമ ഇൻഡസ്ട്രിയാണ്. ഞാൻ ഭാഗ്യം കൊണ്ട് ഇൻഡസ്ട്രിയിലോട്ട് വന്ന ആളാണ്. എനിക്ക് ഈ പറയുന്ന പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാനായിട്ടുള്ള അവസരങ്ങൾ എനിക്ക് എൻ്റെ ചെറുപ്പകാലത്ത് കിട്ടിയില്ല. സ്കൂളിലും കോളേജിലുള്ള ആർട്സ് അങ്ങനെയുള്ള പ്രോഗ്രാമുകളിലൂടെ മാത്രമേ ഈ ക്രിയേറ്റിവിറ്റി മനസ്സിൽ കൊണ്ടുവരുന്ന ആളാണ്. സിനിമയിൽ വരണമെന്ന് അങ്ങനെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ പറയുന്ന കായംകുളം കൊച്ചുണ്ണി സീരിയൽ ചെയ്തു. 4 എപ്പിസോഡ് ചെയ്യാമെന്ന് ഞാനാണ്. എന്നെ പ്രേക്ഷകർ 250 എപ്പിസോഡ് ചെയ്യിച്ചിട്ടാണ് എന്നെ വിട്ടത്. പിന്നെ ഞാൻ ഓരോ സിനിമകൾ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് നമുക്ക് ഇങ്ങനെ പോയാൽ പറ്റില്ല, കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് സിനിമയെ കാണണം. അങ്ങനെ കാണണമെങ്കിൽ ഡെയിലി ഞാൻ എന്നെ തന്നെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു ആക്ടർ എന്ന രീതിയിൽ ഡെയിലി എന്നെ തന്നെ പോളിഷ് ചെയ്യണം. എന്നെ തന്നെ ഞാൻ വെല്ലുവിളിക്കണം ഡെയിലി. ഇന്നലത്തേക്കാൾ നന്നായിട്ട് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇന്നലത്തേക്കാൾ നന്നായി കഴിഞ്ഞ സിനിമയേക്കാൾ നന്നായി നിനക്ക് എങ്ങനെ ഈ സിനിമ ചെയ്യാൻ സാധിക്കും, അടുത്ത സിനിമ ചെയ്യാൻ സാധിക്കും, അടുത്ത ക്യാരക്ടർ. കാരണം അതുപോലുള്ള കോമ്പറ്റീഷൻ വരെയാണ്. അങ്ങനെയുള്ള ഞാൻ എന്തിനാണ് വിഷമങ്ങളും ഭാരങ്ങളും അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളും എടുത്ത് തലയെ വെച്ചുകൊണ്ടിരുന്നത്? എനിക്ക് നടക്കില്ല, ഞാൻ സ്റ്റക്കായി പോകും. ഇത് ഞാനൊരു ഇതായിട്ട് ഒരു കോൺട്രവേഴ്സി പറയുകയല്ല. നമ്മളെപ്പോലെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം സിനിമയുടെ വെളിയിൽ നിന്ന് വരുന്ന അതൊരു ഭാഗ്യമാണ്. സിനിമയുടെ അകത്ത് നിന്ന് കഴിവുള്ളവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും, സിനിമ ഫാമിലി ആയാലും അല്ലെങ്കിലും. പക്ഷേ ഞങ്ങളെപ്പോലുള്ള വരുമ്പോഴത്തേനും കുറച്ചും കൂടെ ശ്രദ്ധയോടുകൂടി ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കണം എന്നുള്ളൊരു അതിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ആ ശ്രദ്ധ വേണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം എന്നിൽ തന്നെയുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ചില വിഷമങ്ങൾ പോകാൻ പാടാണ്. ചില വിഷമങ്ങൾ ഞാൻ അപ്പം തന്നെ അത് മൂവ് ഓൺ. അപ്പൊ അങ്ങനത്തെ വിഷമങ്ങൾ ഞാൻ മനസ്സിൽ വെച്ചേക്കാറില്ല. അത് കൊണ്ടുനടക്കാൻ എന്തിന്. അപ്പൊ ഇതിങ്ങനെ പെട്ടെന്ന്
നീയുമായിട്ടുള്ള ഇന്റർവ്യൂവില് ഞാനെന്തോ അശരീരി, അശരീരി, അശരീരി. അശരീരിയാ ഈ സൗണ്ട് എവിടെ കേട്ടാലും എനിക്ക് ഓർമ്മ വരും. കാരണം ആരാ? ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ മണിക്കുട്ടനെ നായകനായിട്ട് ബോയ് ഫ്രണ്ടിൽ കൊണ്ടുവരുന്നത് മറ്റു പലരെയും ഇപ്പോൾ ജയസൂര്യയോ അല്ലെങ്കിൽ ഇന്ദ്രജിത്തിനെയോ അനൂപ് മേനോനെയോ നമ്മുടെ ശിന്തിൽ കൃഷ്ണനെയോ ഒക്കെ കൊണ്ടുവരുന്ന ആ ഒരു അവസ്ഥയിലായിരുന്നില്ല. കാരണം മണിക്കുട്ടൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നീ അതിലൊക്കെ പ്രശസ്തനായിരുന്നു. അവരൊക്കെ സിനിമയിൽ വന്നതിന് ശേഷമാണ് പ്രശസ്തരായത്. പക്ഷെ അന്ന് മണിക്കുട്ടൻ സൂര്യ ടി വിയിലെ കായംകുളം കൊച്ചുണ്ണി എന്ന ക്യാരക്ടർ അവതരിപ്പിച്ച സീരിയലിൽ വളരെ ജനപ്രിയനായി നിൽക്കുന്ന സമയമായിരുന്നു അല്ലേ? അതുപോലെയുള്ള വളരെ പ്രശസ്തമായ രീതിയിൽ ജനപ്രിയനായിട്ട് വീണ്ടും മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. ഈ സൗണ്ട് വിനയൻ സാർ. കാരണം എന്നറിയാമോ, ഇത് എത്രയാലേ, കാരണം ആദ്യമായി സിനിമയിൽ നിന്ന് കേട്ട വിളി അതാണ്. എങ്ങനെയായിരുന്നു ആ വിളി? ആ വിളി ഒന്ന് ഓർത്തെടുക്കൂ. ഞാൻ കായംകുളം കൊച്ചുണ്ണി എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റിയാൻ സ്റ്റുഡിയോയിലായിരുന്നു എറണാകുളം. അപ്പൊ അവിടെ വിനയൻ സാറിന്റെ അത്ഭുത ദ്വീപ് സിനിമ നടക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം 8 എപ്പിസോഡ് ചെയ്യാൻ വന്ന ആളാണ്. മുമ്പേ പറഞ്ഞപ്പോ 4 എപ്പിസോഡായിരുന്നു. കേള് കണ്ട, ഇതാണ്. കേട്ടോണ്ടിരിക്കേണ്ടി വരുമോ? പിന്നെ ഞാൻ ട്രിവാൻഡ്രത്ത് ജനിച്ച ഞാൻ വളർന്ന ഞാൻ പഠിച്ച ഞാൻ വന്നിട്ട് എന്തുവാ ഈ പറയണേ എന്നൊക്കെ ചോദിച്ചാൽ എന്തൊരു എന്നാലും തിരുവനന്തപുരം ഇടയ്ക്കൊക്കെ വരണല്ലോ, കൊറേ തവണയൊന്നും വരണില്ലല്ലോ. സമ്പർക്ക ഗുണദോഷ പറഞ്ഞ നല്ല സുഹൃത്തുക്കൾ. എന്നിട്ട് അത് ഈ സൗന്ദര്യ ഫ്രണ്ടിൽ കാണുമ്പോൾ നമുക്കറിയാതെ വള്ളുവനാടൻ വരും. ഞാനിപ്പോ 8 എപ്പിസോഡ് അഭിനയിക്കാനാണ് വന്നത്. എന്റെ അഭിനയത്തിന്റെ അതെ, അതെന്റെ അഭിനയ മികവ് കൊണ്ട് ചാനൽ പറഞ്ഞു അവനെ വെച്ച് എത്രയും പെട്ടെന്ന് നിർത്തിക്കോ, ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നിർത്തിക്കോ, ഇല്ലെങ്കിൽ ഈ സീരിയൽ മുന്നോട്ട് പോകില്ല. കാരണം കൊച്ചുണ്ണി എന്ന് പറയുമ്പോ അവന്റെ കയ്യിൽ നിൽക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ 8 എന്ന് പറഞ്ഞ 4 എപ്പിസോഡാക്കി. അങ്ങനെ ആദ്യം ചാനൽ പറഞ്ഞിട്ട് 4 എപ്പിസോഡ് നമ്മുടെ വമ്പൻ അഭിനയം കണ്ടപ്പോൾ ആ 4 എന്നുള്ളത് അവര് 250 എപ്പിസോഡ് വമ്പൻ അഭിനയം അവരൊന്നും കണ്ടിട്ടല്ല. ഞാൻ അതിൽ അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നു. ഞാൻ എന്റെ ഈ പറഞ്ഞ 2-3 കുറച്ച് എന്റെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളോടും എന്റെ വീട്ടിൽ ഞാൻ അധികം പറഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനെ ഒരു സീരിയലിനോട്. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത കൊച്ചുണ്ണിയുടെ യൗവനം വരുന്നു എന്ന് പറയുമ്പോൾ ചില കൂട്ടുകാരൊക്കെ പറയും, ഞാൻ ചിലപ്പോൾ ഈ ചാൻസ് ചോദിച്ചൊക്കെ പല സ്ഥലങ്ങളിൽ ആ സമയത്ത് പോയിരുന്നു. അപ്പം പറയാം, എടേ നീ എല്ലാം തന്നെ ഇനി കൊച്ചുണ്ണി. ഞാൻ പക്ഷേ സസ്പെൻസ് ഇട്ട് വെച്ചിരുന്നു. അങ്ങനെ കൊച്ചുണ്ണി വന്നു, ഞാനായിരുന്നു കൊച്ചുണ്ണി. അപ്പൊ അല്ല എടാ കള്ള, നീ എന്നാലും കൊള്ളാല്ല എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞിട്ട് 2 എപ്പിസോഡ് കഴിഞ്ഞിട്ട് ആർക്കും കൊള്ളാം, കുഴപ്പമില്ല. അപ്പൊ എത്ര എപ്പിസോഡ് ഉണ്ട്? 4. ഭാഗ്യം 4 നിർത്തിയല്ല. പക്ഷേ അതൊരു തിങ്കളാഴ്ചയാണ് എപ്പിസോഡ് കാണിച്ചു തുടങ്ങിയത്. ആ തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചത്തെ റേറ്റിംഗ് കുറച്ച് കൂടുതലായിരുന്നു കമ്പയർ ടു മുന്നേ ഉള്ള റേറ്റിംഗ് വെച്ചപ്പോൾ കുറച്ചൊന്ന് കൂടി. ഉടനെ തന്നെ ചാനൽ എന്നെ അടുത്ത ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മണിക്കുട്ട കുറച്ചും കൂടെ നിന്നെ ഒരു 10 എപ്പിസോഡും കൂടെ നിന്നെ വെച്ച് നീട്ടാനായിട്ട് ചാനൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അന്ന് തിരിച്ച് വീണ്ടും ഞാൻ പിന്നെ 200 എനിക്ക് തോന്നുന്നു 6-7 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീട്ടിൽ വരുന്നത്. കാരണം 250 എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ്. അത് ഞാൻ അപ്പോൾ പറയില്ലേ, പ്രേക്ഷകരാണ് സംബന്ധിച്ച് എന്റെ മനസ്സിൽ ദൈവം. എനിക്ക് ഒരു പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്, എന്റെ മനസ്സിലായിരിക്കും. മനസ്സിൽ പാടിക്കോ. അതെ, അടുത്തത് ഇതെന്താ? കൊച്ചുണ്ണിയിലെ ടൈറ്റിൽ സോങ് ആണ്. എല്ലാം ഓർമ്മയുണ്ട്. കുറച്ചുകൂടെ വോളിയം ആവായിരുന്നു. ഞാൻ തലോടുന്നു. ആണ്ട് പാട്ട് തോന്നുപോയി. അയ്യോ, ഞാൻ എൻജോയ് ചെയ്തോണ്ടിരിക്കുന്നു. ബാക്കി കുറച്ച് സമയമുള്ളൂ ഈ പ്രോഗ്രാം. അതിനകത്ത് ഞാൻ ഇങ്ങനെ പഴയ കാര്യം, എന്നെ പറ്റിയുള്ള പുതിയ കാര്യങ്ങൾ പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയില്ല, ഞാൻ പഴയതിൽ നിന്ന് തന്നെ നമ്മൾ വിചാരിക്കേണ്ട ഇത് അരമണിക്കൂറിലൊന്നും തീരാൻ പാടില്ല. നമുക്ക് 4-5 മണിക്കൂറാണ് നമ്മൾ ഈ എപ്പിസോഡ് പ്ലാനിങ് ഇല്ല. നമുക്കിനി അത്താഴം കഴിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങാം. അതാണ് അവസ്ഥ. ഇതിന് ബാക്കി പഠിക്കുക. കായംകുളം കൊച്ചുണ്ണി കരുതലം കലികേറിയ കരുതലം പടനിളം നിണമൊഴുകിയ പടനിളം മനസ്സിലെ നിറവുമായി കനിവഴും
ധീരമാം കഥകൾ എഴുതുന്നു. അത് ഞാൻ പാടി തൊണ്ട പൊട്ടി. പക്ഷെ ആ പാട്ടും അതൊക്കെ എന്തൊരു ഫീലാണല്ലേ മണി, ഭയങ്കരമായിട്ടും. അതെ അതെ, ഞാൻ ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒരു ചരിത്ര പ്രാധാന്യമുള്ള കഥാപാത്രം എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അതെ, ഇതില് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, അങ്ങനെ റിയാൻ സ്റ്റുഡിയോയിൽ ഇത് അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം വിനയൻ സാർ അത്ഭുത ദ്വീപിന്റെ റെക്കോർഡിംഗ് അവിടെയായിരുന്നു. പോസ്റ്റ് പ്രൊഡക്ഷൻ ആവശ്യമായിട്ട് സാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സാറിനെ കാണണം 2 ദിവസം നടന്നില്ല. അങ്ങനെ ഒരു ദിവസം നമ്മുടെ പട്ടണ ഷായിക്ക, മേക്കപ്പ് ആർട്ടിസ്റ്റ് പട്ടണ ഷായിക്കയാണ് എന്നെ സാറിനെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നമ്മളൊരു ആഗ്രഹം ഉണ്ടല്ലോ, സിനിമയിലൂടെ ഒരു ആഗ്രഹം, അതൊരു ആഗ്രഹം ആദ്യമായിട്ടൊരു പോസിറ്റീവായിട്ട് പറഞ്ഞത് വിനയൻ സാറാണ്. അപ്പൊ സാറിൻ്റെ അടുത്ത്, സാർ ഇങ്ങനെ എനിക്ക് അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട് സാറിന്റെ സിനിമയിൽ. ഞാൻ നോക്കാടാ, നിനക്ക് നിന്റെ സീരിയലൊക്കെ ഞാൻ ഇടയ്ക്ക് കണ്ടിരുന്നു, എനിക്ക് പറ്റുന്നു. ആ ഒരു സൗണ്ട് അത് നമ്മൾ ലൈഫിൽ ഒരിക്കലും മറക്കില്ല. കാരണം നമ്മളൊരു അപകടത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വലിയ ആഗ്രഹത്തിലൊക്കെ പെട്ടിരിക്കുന്ന സമയത്ത് ആൽക്കമിസ്റ്റ് പറയും, ദൈവം നിന്റെ അടുത്ത് സംസാരിക്കുന്ന പോലെയല്ലേ. അപ്പൊ തീർച്ചയായിട്ടും അതൊരു ദൈവത്തിന്റെ വോയിസ് പോലെ തന്നെയായിരുന്നു. പിന്നെ സാർ അതിനുശേഷം സിനിമയിൽ എന്നെ ബോയ് ഫ്രണ്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു സീരിയലിൽ നിന്ന് സിനിമയിലേക്ക്, അന്ന് സീരിയലൊക്കെ വരുന്നവർക്ക് എളുപ്പമായിരുന്നു, പക്ഷെ നായകനായിട്ട് വരിക അത്ര എളുപ്പമുള്ള ഇതുപോലത്തെ ഒരു പവർഫുൾ ക്യാരക്ടർ. സാധാരണ ഇന്നത്തെ പോലെ കരയുന്നു പോകുന്നു അങ്ങനത്തെ ഒരു സീരിയൽ അല്ല ഇത്. ഭയങ്കര ഒരു പഞ്ചിങ്, ആ മ്യൂസിക് തന്നെ കേട്ടില്ലേ, ഭയങ്കര പഞ്ചായിട്ടുള്ള ഒരു സംഭവം തന്നെ. നമ്മൾ പറയാറില്ലേ, ഇപ്പം ഇപ്പൊ എന്റെ ഫാമിലി ക്രിസ്ത്യൻ ഫാമിലിയാണ്. ഞാൻ പഠിച്ചതൊക്കെ ഒരു ഹിന്ദു കുടുംബത്തിന്റെ കൂടെ നിന്നിട്ടാണ്. പക്ഷെ എനിക്ക് സിനിമയിൽ ആദ്യം അല്ലെങ്കിൽ ഒരു നല്ല സ്ട്രോങ് ക്യാരക്ടർ കിട്ടുന്ന ഒരു മുസ്ലിം ക്യാരക്ടറാണ് കായംകുളം കൊച്ചിൻ. ലൈഫിന്റെ ഓരോ ഇത് നോക്കിക്കേ, ബ്രദർഹുഡ് അല്ലെങ്കിൽ നമ്മളെല്ലാത്തിനോടും കാണിക്കുന്ന ഒരു സ്നേഹവും ബഹുമാനം. ഞാൻ അതിൽ നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അതിൽ പഠിച്ച് കൊച്ചിന് നിസ്കരിക്കുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയട്ടെ, അത് എനിക്കൊന്നും നമ്മുടെ ഒരു രാജ്യത്തിന്റെ ഒരു തന്നെയാണല്ലേ, യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി, മതസൗഹാർദ്ദം, ഇത് ഭയങ്കര സംഭവം അല്ലേ. അപ്പൊ അതിലെല്ലാം പഠിച്ചു. അതുകൊണ്ട് അപ്പൊ ഇനി ഏത് ജാതിയിലുള്ള അത്ര അത്യാവശ്യം മോഷ്ടിക്കാനൊക്കെ അത് പഠിച്ചു. അപ്പൊ ഇനി സിനിമയില്ല, കഷ്ടപ്പാടിൽ നിന്നാലും മോഷ്ടിക്കാനായിട്ട് പഠിച്ചു. ഏത് മതത്തിലും സെറ്റായി എല്ലാ കാര്യങ്ങളും പഠിച്ചതുകൊണ്ട് ഏത് മതത്തിൽ നിന്നുള്ള കുട്ടീനെയും കല്യാണം കഴിക്കാം. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളെ സിനിമ ഗിഫ്റ്റ് ചെയ്താൽ നോക്കിക്കേ. ഇനി ഞാൻ ആദ്യം ഇപ്പോ നമ്മൾ ഈ ഇതിലേക്ക് നോക്കിക്കോ, മോണിറ്ററിലേക്ക്. ഇവിടെ നമ്മളിപ്പോ മണിക്കുട്ടന്റെ കുറെ ഫോട്ടോസ് നമ്മൾ കാണിക്കും. ഒരു ഫോട്ടോ കൊളാഷ് കാണിക്കാൻ പോവാണ്. അതില് മണിക്കുട്ടന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഫോട്ടോസ് വരുമ്പോ അപ്പൊ പോയിന്റ് ഔട്ട് ചെയ്യണം. എന്നിട്ട് അത് ഓർത്ത് വെച്ചോണം. ഫോട്ടോ ഈ കഴിയുമ്പം എന്തുകൊണ്ടാണ് ആ നല്ലൊരു മൊമെന്റ് അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ എങ്ങനെ വന്നു അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, നമുക്ക് നോക്കാം. എനിക്ക് ചില ഫോട്ടോസ് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ തപ്പു, ഇത് മണി തന്നെയാണോന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. നേരിട്ട് കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ, ഫോട്ടോയിൽ ഞാൻ ഭയങ്കര അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല. ഓരോ ഹെയർ സ്റ്റൈലിലും വരുമ്പോഴേ വേറെ തന്നെ. ആദ്യത്തെ വൈറ്റ് ഇട്ടപ്പോ ഞാൻ വിചാരിച്ചു ഇതേ ഇതിലും ഒക്കെ, ഞാൻ വിചാരിച്ചു അവർക്ക് മാറിപ്പോയോ എന്ന് തന്നെ വിചാരിച്ചു. ഇത് എങ്ങനെ ഇങ്ങനെ ഒരു മേക്ക് ഓവർ കാര്യങ്ങൾ ഇതൊക്കെ എങ്ങനെയാ? എപ്പോഴും മണി തന്നെയാണോ ശ്രദ്ധിക്കണേ, അതോ കൂടെ ആൾക്കാരുണ്ട്, സപ്പോർട്ടിംഗ് സിസ്റ്റം ആണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്? എനിക്ക് ഈ പറയുന്ന പോലെ ഇപ്പൊ എനിക്ക് കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ട്, സ്റ്റൈലിസ്റ്റ് ആയിട്ടുള്ള ഗേൾസും ബോയ്സും ഒക്കെ ഉണ്ട്. അവരാണ് എന്നെ ഇങ്ങനെ സുന്ദരക്കുട്ടനായിട്ട് നിർത്തുന്നത്. അതെന്താ പറയുക, പണ്ട് ഈ കല്യാണങ്ങൾക്ക് ഫംഗ്ഷൻസ് ഒക്കെ പോകുമ്പോൾ ഞാൻ സാധാരണ നോർമൽ ഡ്രസ്സൊക്കെ ഇട്ട് പോകും. അപ്പൊ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള പല ആർട്ടിസ്റ്റും സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവർ അവർക്ക് ഈ കൊളാബ്സും അതുപോലെ തന്നെ അതിനെന്താ പറയുന്ന വാക്ക്, ഈ ഡ്രസ്സിങ്ങിനെ കൊടുക്കുന്നതിന് എന്താ പറയുക, കേട്ടസി. ആ കേട്ടസി എന്റെ സുഹൃത്തുക്കൾക്ക് ഒരുപാട് കിട്ടുമായിരുന്നു. ഞാൻ മാത്രം ഒരു നോർമൽ ഡ്രസ്സൊക്കെ പലരും ആരും എന്നെ അകത്തിയൊന്നും നിർത്തിയിട്ടില്ല കേട്ടോ. അങ്ങനത്തെ ഒരു വേർതിരിവൊന്നും എന്റെ കാണിച്ചിട്ടില്ല. പക്ഷെ അവരുടെ ചേട്ടാ നിനക്ക് ആരെങ്കിലും കേട്ടസി ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇവിടെ ഇത്രയും സ്ട്രഗ്ലിംഗ്, ഇപ്പൊ ഇനി കേട്ടസിയും കൂടെ ചോദിക്കാതെ എന്റെ കുറവും കൂടെ ഉള്ളൂ. അപ്പൊ ഞാൻ ഇതിലെ കംഫർട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സമയം കഴിഞ്ഞപ്പോ ഈ ബിഗ് ബോസ് ഷോ കഴിയുന്നത്. അതിൽ വിന്നറായി കഴിഞ്ഞപ്പോ എനിക്ക് കേട്ടസിയോട് കേട്ടസി. ഇതെന്റെ ഫ്രണ്ട് അഞ്ജലി ബൈ അഞ്ജലി എന്ന് പറഞ്ഞിട്ട്
അപ്പൊ ഇത് അവര് ഇട്ടിട്ട് നമുക്ക് സ്വന്തമാക്കുമോ അതോ അത് ഇല്ല, നമ്മൾ ഇതിപ്പോ എനിക്ക് ഫിറ്റ് ആയിട്ട് അതുകൊണ്ട് എനിക്ക് പതുക്കെ സ്വന്തമാക്കി ഞാൻ ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് പതുക്കെ അങ്ങോട്ട് വേണം തിരിച്ചു കൊടുക്കാതെ. സാരല്ല, നമ്മുടെ ഇന്റർവ്യൂ കഴിയുമ്പോ എന്തായാലും രാത്രി ഒന്നേക്ക് ഇരുന്ന് പിന്നെ കൊടുക്കണ്ട. അപ്പൊ ഈ കല്യാണങ്ങൾക്ക് പോയപ്പോ ഒരുപാട് കേട്ടത് എനിക്ക് കിട്ടി. ഞാൻ അതങ്ങ് എൻജോയ് ചെയ്യായിരുന്നു. ഞാൻ രാജാവിനെ പോലെ ഡ്രസ് ചെയ്തൊക്കെ പോവാ, ഷെർവാണി. അപ്പൊ ഇത് ഫുൾ കേട്ടസി ആണോ? ഈ ഇതൊന്നും കേട്ടസി ഒന്നുമില്ല, ഇതൊക്കെ സ്വന്തമായിട്ട് എവിടെ ഒപ്പിച്ച് ഇതൊക്കെ ഞാൻ തന്നെയാണ്. എന്റെ നല്ല ഡ്രസ്സിംഗ് സെൻസ് എന്ന് മുതൽ തുടങ്ങി. എനിക്ക് അതാണ് സർപ്രൈസിങ്. നല്ല സുന്ദരനായിട്ട് ഇരിക്കണ്ടല്ലോ. ഞാൻ പറയില്ലേ, ഞാൻ ഓരോ പ്രോഗ്രാമിന്റെ നിലവാരം അനുസരിച്ചാണ് ഇപ്പൊ ഡ്രസ് ചെയ്തോണ്ടിരിക്കുന്നത്. അല്ല അപ്പൊ എന്നാലും ആ ഒരു സെൻസിലേക്ക് വന്നു കറക്റ്റ് ആയിട്ട്. അത് വരണമല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ആസ് ആൻ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഞാൻ എന്നെ ഒരു നാടോടുമ്പോ നമ്മൾ നടുവേ ഓടിയേ പറ്റുള്ളൂ. ഞാൻ എന്നെ ഒരു ആക്ടിങ് സ്റ്റുഡന്റ് ആയിട്ടാണ് കണ്ടോണ്ടിരിക്കുന്നത്. ആസ് ആൻ ആക്ടിങ് സ്റ്റുഡന്റ് ഈ ഡെയിലി നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കരിയറിലും അതേപോലെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. ഇപ്പൊ ഞാൻ റോഡിൽ ഒരുപക്ഷെ ഇങ്ങനെ ഇറങ്ങി നടക്കൂലായിരിക്കും. ഇതേപോലെ പ്രോഗ്രാമിനൊക്കെ വന്നിരിക്കുമ്പോൾ ഞാൻ എത്രത്തോളം ആൾക്കാർ കാണട്ടെ. പിന്നെ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന്റെ കൂടെ ഇനിയും ബാല്യം ഉണ്ട് അംഗത്തിന്. ഞാൻ അതിന്റെ കൗണ്ടർ സ്ക്രീനിൽ പറയുന്നില്ല. ഇനി ഇതില് ഈ ഇഷ്ടപ്പെട്ട ഫോട്ടോസ് കുറെ വന്നപ്പോ കൈ പോയിന്റ് ചെയ്തു. കൗണ്ടർ പറഞ്ഞിട്ട് പോയാൽ അത് പോയിന്റ് ചെയ്ത ഫോട്ടോസ് എന്തുകൊണ്ടാ ഫോട്ടോസ് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? ഒന്ന് ഞാൻ ഇപ്പൊ കാണിച്ചില്ലേ, അതൊരു അമ്മ. ഇതിലെല്ലാ ഫോട്ടോസും എനിക്ക് പ്രിയപ്പെട്ടതാണ്. കാരണം എല്ലാം ഒരുപാട് സമയത്ത് നമ്മൾ ചെയ്ത സംഭവമാണ്. എന്നെ സുന്ദരനാക്കുക അങ്ങനെ എളുപ്പമുള്ള കാര്യമല്ല. അവർ വളരെ കഷ്ടപ്പെട്ട് ചെയ്തതാണ്. പിന്നെ ഇതിൽ ഒന്ന് എന്ന് പറയുന്നത് അമ്മ അസോസിയേഷന്റെ മീറ്റിംഗ്. ഇപ്പൊ അതാണ് പച്ച ഒരു കോസ്റ്റ്യൂം. ഒരാളും കൂടെ ഇതേ വീഡിയോയിൽ ജോയിൻ ചെയ്യാണ്. ഹായ്, മണിക്കൂട്ടനായിട്ട് നമ്മൾ ഏറ്റവും നല്ല സമയം സ്പെൻഡ് ചെയ്തിരിക്കുന്നത് CCL സമയത്താണ്. ഈവൻ കഴിഞ്ഞ വർഷമാണെങ്കിലും കഴിഞ്ഞ വർഷമാണ് ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. മണിക്കൂട്ടൻ പോലെ ഭയങ്കര ഹ്യൂമറസ് ആയിട്ട് ഒരാളെ എനിക്ക് തോന്നുന്നു സിനിമയിൽ നമ്മൾ അത്രയും മണിക്കൂട്ടനെ ഹ്യൂമറസ് ആയിട്ട് യൂസ് ചെയ്തിട്ടില്ലെന്നുണ്ട്, ആ ഹ്യൂമർ സൈഡ്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത് അതല്ല, എനിക്ക് മണിക്കൂട്ടനും കർണാടക ടീമുമായിട്ടുള്ള ഒരു ഇക്വേഷൻ എന്താണ്? കർണാടക ടീമും കിച്ച സുദീപുമായിട്ടുള്ളൊരു വ്യക്തിപരമായ ബന്ധം എന്താണെന്നുള്ളത് എനിക്ക്. അതുപോലെ തന്നെ വിവേക് ഗോപനുമായിട്ടുള്ള നിങ്ങളുടെ ഒരു സൗഹൃദം, അതിനെപ്പറ്റി ഒന്ന് പറയൂ. അയ്യോ, താങ്ക് യു സഞ്ജു. സഞ്ജുവിനെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഇതിനു മുമ്പ് കമ്പനി ആവുന്നത് ആക്ട്രസ് മൃദുലയുടെ കല്യാണത്തിനാണ്. മൃദുലയുടെ കല്യാണത്തിന്റെ തലേ ദിവസത്തെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, ഹൽദി ആ ഫംഗ്ഷൻ. അപ്പോൾ അവിടെ ഞങ്ങൾ ഒരു റൂമിലായിരുന്നു. അന്നാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഒരു റൂമിൽ താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ ഞാൻ സഞ്ജുവിൻ്റെ വീട്ടിൽ, എൻ്റെ കാറിലാണ് സഞ്ജു വീട്ടിലോട്ട് പോകുന്നത്. കൊല്ലത്ത് എവിടെയാണ് വീട്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചപ്പം എനിക്ക് സഞ്ജുവിൻ്റെ സിനിമകൾ കണ്ട് മാത്രമേ പരിചയമുള്ളൂ. പക്ഷെ സഞ്ജു സിനിമയെക്കുറിച്ച് നല്ല നോളജ്, ഏതോ വലിയ ജോലിയൊക്കെ ചെയ്തിരുന്ന ഒരാളാണ്. ആ ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് ഇവിടെ എറണാകുളത്ത് വന്ന് സിനിമയ്ക്കായിട്ട്. അപ്പം ഞാൻ എന്തുമാത്രം എഫേർട്ട് ഇടുന്നു എന്നൊക്കെ ചിന്തിക്കുന്നത് ഇങ്ങനെ സിനിമയെ സീരിയസ് ആയിട്ട് കാണുന്ന ആൾക്കാരെ കാണുമ്പോഴാണ്. അതുമാത്രമല്ല, സഞ്ജു ആ റൊഷാക്ക് എന്ന് പറഞ്ഞ സിനിമയിൽ പെർഫോം ചെയ്തിട്ട് ഞാനെക്കുറിച്ച് അറിയാം, ഞാൻ ഞെട്ടിപ്പോയി. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. പിന്നെ CCLന്റെ കാര്യം കഴിഞ്ഞ CCLന്റെ കാര്യം ഞങ്ങൾ ഒന്നിച്ച് കഴിഞ്ഞ വർഷമാണ് കളിക്കുക. അതിന് മുമ്പ് വന്നിട്ടുണ്ട്, കളിച്ചിട്ടില്ല. C3 ക്ലബ്ബ് വന്നപ്പോഴാണ് സഞ്ജുവിന് ഒരു അവസരം കിട്ടിയത്. അത് മനോഹരമായിട്ട് അദ്ദേഹം യൂസ് ചെയ്യുകയും ചെയ്തു. ഈ വർഷം അദ്ദേഹം കളിച്ചു. കർണാടക ടീമുമായിട്ടുള്ള ഇഷ്യൂ, ഇത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു പ്രശ്നം അതാണ്. കാരണം ഞാൻ സിനിമയിൽ അഭിനയിക്കുമ്പം എൻ്റെ ആക്ടർ എപ്പോഴും ഉണ്ടാവും. അതുപോലെ ക്രിക്കറ്റ് വന്നു കഴിഞ്ഞാൽ എൻ്റെ വിചാരം ഞാനൊരു ക്രിക്കറ്ററാണെന്നാണ്. ഞാൻ ഇനി അവിടെ വേറെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഏത് ആക്ടർ, ഇവരൊക്കെ ചിലപ്പോഴൊക്കെ അവരൊരു ആക്ടറാണ്, അതിൻ്റെ ഒരു ബഹുമാനമൊക്കെ പലർക്കും ഉണ്ടാവും. ഞാൻ വന്ന് ബോൾ ചെയ്തിട്ട് ഞാൻ ചെറിഞ്ഞു നോക്കും. ഞാൻ ബാറ്റ് ചെയ്യുന്ന നേരത്ത് വന്ന് ഇതായിട്ട് ഫീൽഡ് ചെയ്യുമ്പോൾ ഭയങ്കര അഗ്രസീവായിട്ട് ബോളൊക്കെ എടുത്ത്. കാരണം ഓപ്പോസിറ്റ് ടീമിലെ പലരും അഗ്രസീവ് കാണിക്കുന്നുണ്ട്, നമ്മുടെ ടീമിലെ പലരും അത് കാണിക്കാറില്ല. വളരെ സോഫ്റ്റ്. കാരണം നമ്മുടെ രീതി അതാണ്, നമ്മുടെ ഡിസിപ്ലിൻ ഒരു വേറെ രീതിയാണ്. ഞാൻ പക്ഷെ അങ്ങനെ തിരിച്ചാടാന്ന് വെച്ചാൽ എന്താണെന്ന് തന്നെ ചോദിക്കും. അങ്ങനെ ഒരിക്കൽ എന്തോ ചോദിച്ച സമയത്താണ് ഇവരായിട്ട് ഒരു ചെറിയ ഉടക്ക് വന്നു. എനിക്ക് രാജീവ് അവിടുത്തെ രാജീവ് പ്രദീപുമായിട്ട് ഒരു ഉടക്ക് വന്നു. ഞാൻ കയറി ഉടക്കി തന്നെയായിരുന്നു. ഞാൻ ഇവര് വളരെ ഈ പറയുന്ന പോലെ അതിനെ ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇതായിട്ട് ചെയ്തു. ഞാൻ അപ്പോഴും കട്ടക്കിക്കണം, വാ നീ വാ, ആരാ എൻ്റെ അടുത്ത് പറഞ്ഞ. ഞാൻ അപ്പോഴും എടാ നീ നടനാടാ, നീ മലയാളത്തിന് നീ ചുമ്മാ ഇടാ. അപ്പോഴാണ് ഞാൻ ദൈവമേ ഞാൻ നടനാണല്ലോ. പക്ഷെ ഇതിന്റെ ഒരു വേറെ സംഭവം നടന്നതെന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ വർഷം നമ്മൾ കളിക്കാൻ പോയ സമയത്ത് കർണാടകയായിട്ടുള്ള മാച്ച് വന്നപ്പോൾ കിച്ച സുദീപ് സാർ, ഞാൻ ബാറ്റ് ചെയ്യാൻ പോയ സമയത്ത് ബാറ്റ്സ്മാൻ ഓൾ ദ ബെസ്റ്റ്, ബ്ലെസ്സിങ് വിത്ത് യു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സാറിന്റെ കാരണം കിച്ച സുദീപ് വലിയ ആക്ടറാണ്, അദ്ദേഹം സീനിയർ ആക്ടർ. ഞാൻ അദ്ദേഹത്തിന്റെ കാല് തൊട്ട് വീഴുന്നു. കാരണം ആ വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. കാരണം ഇതാണ് CCL റെസ്പെക്ട് എന്ന് പറയുന്നത്. CCL ക്രിക്കറ്റിൽ ഉണ്ടാവുന്ന ബഹുമാനം ഇതാണെന്ന്. കിച്ച സുദീപ് സാറിന്റെ വൈഫ് മലയാളിയാണ്. കിച്ച സുദീപ് സാറിന്റെ വൈഫ് ബിഗ് ബോസ് ഷോ കണ്ടിട്ടുണ്ട്. എന്റെ സിനിമകൾ അധികം കണ്ടില്ല, ബിഗ് ബോസ് ഷോ കണ്ടിട്ടുണ്ട്. സാറുമായിട്ട് അന്ന് ചർച്ച ചെയ്തിരുന്നു. അപ്പൊ ഇതെങ്കിലും ജയിച്ച ഒരാളാണെന്ന് പറഞ്ഞപ്പോഴത്തേനും അദ്ദേഹം മനസ്സിലായോ, ഇതേ ഗ്രൗണ്ടിൽ വന്ന അഗ്രസീവ്നെസ് ഉള്ള ഒരു പാവമാണ് എന്ന രീതിയിൽ പെരുമാറി.
അത് കഴിഞ്ഞിട്ട് ആ ചേച്ചി എന്നെ കണ്ട സമയത്ത് സാറിനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, സാറിന് ഭയങ്കര സന്തോഷമായി, കളിക്കടയിലുള്ള ഇത് മാറി സാറ് ഭയങ്കര സന്തോഷമായെന്ന് പറഞ്ഞു. ഞാൻ എവിടെയെങ്കിലും ഇത് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ അത് മാറ്റിയിട്ടുമുണ്ട് എല്ലാവർക്കും. പിന്നെ വിവേകമായിട്ടുള്ള ബന്ധമാണ് അവൻ ചോദിക്കുന്നത്. വിവേക് നമ്മുടെ രീതികൾ സെപ്പറേറ്റ് ആണ്, നമ്മുടെ രാഷ്ട്രീയം വേറെയാണ്, പക്ഷേ ഞങ്ങളുടെ ഇടയിൽ ഒരു ബ്രദർഹുഡ് ഭയങ്കരമായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ രണ്ടമ്മയിൽ ജനിച്ച സഹോദരങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ അതാണ് ഞാൻ പറഞ്ഞത്, എന്നെക്കാൾ കൂടുതൽ ഞാൻ അഭിമാനിക്കുന്നു അവന്റെ വളർച്ചയിൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് മനസ്സ് പറയുന്ന കാര്യങ്ങൾ. ഇതിനകത്ത് മനസ്സിൽ നിന്ന് തന്നെയുള്ള കാര്യങ്ങൾ പറയണം. എന്താ നമുക്ക് ഒരുപാട് ഡീറ്റെയിലിംഗിലേക്ക് പോകണ്ട, ജസ്റ്റ് ഒരു 1 സെന്റൻസിൽ ആണോ അവിടെ ഇവിടെയും പഠിച്ച കാര്യങ്ങളെല്ലാം കേട്ടു. ഓക്കെ, സിനിമയിൽ അർഹിക്കുന്ന വേഷങ്ങൾ വന്നു ചേരുന്നില്ല എന്ന് തോന്നാറുണ്ടോ? ഞാനൊരു ആക്ടിംഗ് സ്റ്റുഡന്റ് ആണ്, അപ്പം എല്ലാം എനിക്ക് വന്നു ചേരുന്ന കാര്യങ്ങൾ തന്നെയാണ്, വന്നു ചേരുന്ന കാര്യങ്ങൾ തന്നെയാണ്. കിട്ടിയിട്ടില്ല, അങ്ങനെ കിട്ടിയിട്ടില്ല എന്നുള്ളത് ഞാൻ ചിന്തിക്കില്ല. ഞാൻ ആക്ടിംഗ് സ്റ്റുഡന്റ് ആണ്. അതാണ് ഏറ്റവും വലിയ, ഒരു സ്റ്റുഡന്റ് ഒരിക്കലും ഏത് ക്ലാസ്സിൽ പോകുന്നു, എന്ത് വിഷയം പഠിക്കുന്നു എന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. ഓക്കെ, സ്റ്റിൽ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. അടുത്തത്, ചില സ്ഥലങ്ങളിലെങ്കിലും മൗനം പാലിക്കുന്നതാണ് ഉചിതമെന്ന് തോന്നാറുണ്ടോ? ഒരുപാട് സ്ഥലങ്ങളിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്തത് കാരണം സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞെന്ന് തോന്നിയിരുന്നോ? ഷോ ഒരിക്കലും ഒരു ആക്ടിംഗ് ഗ്രൂമിംഗ് ക്ലാസ് അല്ല. അതിനു മുമ്പ് എനിക്ക് കുറവായിരുന്നു, അതിനുശേഷവും കുറവോ കൂടുതലും നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. ആ ഹൗസിൽ എന്ത് കിട്ടിയെന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. ഓക്കെ, ശാരീരിക ആരോഗ്യം പരിപാലിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് മാനസിക ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടോ? നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ആ തോന്നലുണ്ടാവില്ല. സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ എന്നും അബദ്ധങ്ങൾ പറ്റാറുണ്ട്? ഒരിക്കലും ഇല്ല. ഒരുപാട് നല്ല ഗുഡ് ഫ്രണ്ട്സ് ഉള്ള ഒരാളാണ്. അവര് നല്ല മുഹൂർത്തങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വഴക്കോ കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല, ആ മുഹൂർത്തങ്ങൾ മതി. നല്ല അവർ തന്നിരിക്കുന്ന നല്ല നിമിഷങ്ങൾ മതി. ഓക്കെ, കൂടെ നിന്ന് ചതിക്കുന്ന ആളുകൾ ജീവിതത്തിൽ വലിയ പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്? ഇല്ലില്ല, ഒരിക്കലും ഇല്ല. കരിയർ ബ്രേക്ക് ആയ കായംകുളം കൊച്ചുണ്ണി പരമ്പരയുടെ 2ാം ഭാഗത്തിൽ എന്തുകൊണ്ട് മണിക്കുട്ടനെ കണ്ടില്ല? കായംകുളം കൊച്ചുണ്ണി സെക്കൻഡ് പാർട്ട് കൊച്ചുണ്ണിയുടെ മകനായിരുന്നു. അച്ഛനും മോനും ഒരേപോലെ ഇരിക്കുന്ന വേണ്ടല്ലോ. കാരണം എന്താ പറയുമ്പോ മകന്റെ സെയിം മാനറിസ് ആയിരിക്കില്ല, അച്ഛന്റെ സെയിം മാനറിസ് ആയിരിക്കില്ല മകന്. ഞാന് കായംകുളം കൊച്ചുണ്ണിക്ക് ശേഷം പിന്നെ ഒരു സീരിയൽ ചെയ്തു കഴിഞ്ഞാൽ അത് കായംകുളം കൊച്ചുണ്ണി ആവരുത് എന്നൊരു പിന്നെ കായംകുളം കൊച്ചുണ്ണി ഇതിലൊരു സത്യം ഉണ്ട് കേട്ടോ. കായംകുളം കൊച്ചുണ്ണി സീരിയലിൽ അഭിനയിച്ചു കഴിഞ്ഞിട്ട് എന്നെ വേറൊരു സീരിയൽ ഇത് ജസ്റ്റ് ചോദിച്ചോണ്ട് പറയാം, വേറൊരു സീരിയല് വേറൊരു ചാനലില് അതൊരു കളറിന്റെ റോബിൻ ഹുഡിന്റെ ഇതാണ് വിളിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു റോബിൻ ഹുഡായിട്ട് അഭിനയിക്കണോ വേണ്ടെന്നുള്ളൊരു ആലോചന വന്നപ്പോഴത്തേനും ഞാൻ ഇങ്ങനെ അന്ന് എന്നെ വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ റോഡിൽ കൂടെ പോയപ്പോഴത്തേക്കും നമ്മളവിടെ തേങ്ങയൊക്കെ ചെറുതായിട്ട് മോഷ്ടിക്കാൻ പോകുന്നൊരു ചേട്ടൻ ഉണ്ടായിട്ട്, അപ്പൊ പാവമാണ് പുള്ളി, അതിൽ ആരും ദ്രോഹമൊന്നുമില്ല. വല്ല ഈ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പിൽ തേങ്ങ മോഷ്ടിച്ച് അതിൽ കൊണ്ട് എന്തെങ്കിലും ചന്തയെ കൊണ്ട് വിറ്റ് അങ്ങനെ ആർക്കും ദ്രോഹം ഇല്ലാത്തൊരു കള്ളൻ. അപ്പൊ ഞാൻ ഇങ്ങനെ നടന്നു പോയപ്പോ അദ്ദേഹത്തിന് ഭയങ്കര ജനസമ്മതനായ കള്ളനാണ്. നാളെ എങ്ങനെ അദ്ദേഹത്തിന്റെ ചരിത്രം എടുത്താൽ പിന്നെ ഞാൻ അതിൽ അഭിനയിക്കേണ്ടി വരും, ഈ കള്ളന്മാരുടെ മാത്രം അഭിനയിക്കുന്ന ഇത് വരും. അതുകൊണ്ട് ഞാനെന്നാ റോബിൻ ഹുഡ് ചെയ്തില്ല. അതുകൊണ്ട് ഈ കൊച്ചിനിയുടെ മകന് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവില്ല, അതുകൊണ്ട് ചെയ്തില്ല. ഓക്കെ, പ്രണയവും വിവാഹവും ഇനിയും തുറന്നു പറയാൻ മാറ്റി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ്. അല്ല, കാരണം പ്രണയം വിവാഹം എനിക്കില്ല, പ്രണയമില്ല. എനിക്ക് പ്രണയം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ലൗഡായിട്ട് പറയണമെന്ന് ആഗ്രഹിക്കുക. എന്റെ കാമുകയും ഞാനുമായിട്ട് ഇങ്ങനെ ലൗഡായിട്ട് അതിനെ കുറിച്ച് പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പ്രേമിക്കാനും വിവാഹം കഴിക്കാനും വിതുമ്പി നിൽക്കുന്ന ഒരു യുവത്വം, ഒരു യങ് ആയിട്ടുള്ള ഒരു പയ്യൻ ഇവിടെ നിൽക്കുമ്പോൾ, പെൺകുട്ടികളെ നിങ്ങൾ കടന്നു വരൂ, കയറി വരൂ, ഞാനിതാ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. രമ്യ, ഇന്നൊരു സത്യം അത് നമ്മൾ സത്യം മനസ്സിലാക്കി പറ്റുള്ളൂ. ഇന്നത്തെ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നുന്നു. ഇന്നത്തെ ജനറേഷന്റെ ഒരു കാര്യം വലിയ സന്തോഷം. കാരണം അവർ കല്യാണം കഴിക്കണമെങ്കിൽ സ്വന്തം കാര്യത്തിൽ നിന്നതിന് ശേഷം പഠിച്ച് ജോലിയൊക്കെ എടുത്ത് അവര് ഡിപ്പെൻഡന്റ് അല്ല ഇൻഡിപെൻഡന്റ് ആണെന്ന് തോന്നിയതിനു ശേഷം മാത്രമേ ഇന്നത്തെ തലമുറയിലെ പെൺകുട്ടികൾ വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അതൊരു അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ അതിന് ബോധമില്ല, അവരാ സന്തോഷം നടക്കട്ടെ. സമയമാവുമ്പോൾ ജന്മത്ത് സർപ്രൈസ് പൊളിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യാറുണ്ട്, പക്ഷെ അവൻ അത് അറിഞ്ഞൂടാത്ത രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യും. പക്ഷെ ഇന്ന് എന്നെ അങ്ങനെ പ്രാങ്ക് ചെയ്യാനായിട്ട് അനുഭവം വേറെ ലെവലാണ്. നിങ്ങൾ ബിഗ് ബോസിൽ നിന്ന് പരിചയപ്പെട്ട ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെയാണോ ഇത്, അതോ അതിന് മുന്നേ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഏറ്റവും ആദ്യം കാണുന്നത് ഈ പറഞ്ഞ പോലെ കയറി വരുമ്പോ കാല് തിരുമ്മിക്കൊണ്ടിരിക്കുക.